തൃശൂർ നഗരത്തെ മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തിയാണ് കൊമ്പൻ ഇടഞ്ഞോടിയത്. വടക്കുംനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിച്ച ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞത്. നഗരത്തിലൂടെ പാഞ്ഞോടിയ ആന നിരവധി വാഹനങ്ങളും കെട്ടിടങ്ങളും തകർത്തു. 2 കിലോമീറ്ററിലധികം ദൂരം പാഞ്ഞോടി ജനവാസ മേഖലയിൽ എത്തിയും അക്രമം തുടർന്ന ആനയെ മണിക്കൂറുകളെടുത്താണ് പാപ്പാന്മാർ തളച്ചത്. കലിപൂണ്ട കൊമ്പന് മുന്നിൽ നഗരം വിറച്ചു നിന്ന മണിക്കൂറുകളാണ് കടന്നുപോയത്. കൊല്ലത്ത് നിന്നും തൃശൂർ നഗരത്തിലെ ക്ഷേത്രങ്ങളിൽ ദർശനത്തിനായി എത്തിച്ച ശിവലക്ഷ്മി അയ്യപ്പൻ എന്ന കൊമ്പനാണ് ഭീതി പരത്തി നഗരവഴിയിലൂടെ പാഞ്ഞത്. രാവിലെ ശ്രീവേലിക്കായി തിരുവമ്പാടി ക്ഷേത്രത്തിലെത്തിച്ച ആനയെ പാപ്പാന്മാർ ചേർന്ന് 8:45 പാറമേക്കാവിലും വടക്കുംനാഥന് മുന്നിലും തൊഴിക്കാനെത്തിച്ചു. അവിടെ വെച്ച് അസ്വസ്ഥനായ ആന ആദ്യം സ്വരാജ് റൗണ്ടിലൂടെ ഇടഞ്ഞോടി. അല്പസമയം ശാന്തനായെങ്കിലും വീണ്ടും പരിഭ്രാന്തനായി പാഞ്ഞു. പാലസ് റോഡിലൂടെ ടൗൺ ഹാളിന് മുന്നിലെത്തിയ കൊമ്പൻ ഒരു ഓട്ടോയും കാറും കുത്തിമറിച്ചു. ഈ സമയം ആനയെ തളയ്ക്കാൻ പാപ്പന്മാർ ശ്രമിച്ചു. ഇതിനിടെ രണ്ടാം പാപ്പൻ അനീഷ് ആനപ്പുറത്ത് നിന്ന് വീണ് പരിക്കേറ്റു. 1.5 കിലോമീറ്ററോളം സഞ്ചരിച്ച് ചെമ്പുക്കാവ് ചേരൂർ റോഡ് വഴി ജനവാസ മേഖലയായ പെരിങ്ങാവ് ഗാന്ധിനഗറിലേക്ക് കൊമ്പൻ കയറി. ഇവിടേക്ക് പാഞ്ഞെടുത്തതിനിടയിൽ കലിപൂണ്ട ആന കണ്ണിൽ കണ്ടതൊക്കെ തകർത്തു. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് കൊമ്പൻ എത്തിയതെങ്കിലും ഭാഗ്യം കൊണ്ട് മാത്രമാണ് കൂടുതൽ അത്യാഹിതങ്ങൾ ഒഴിവായത്. ഒന്നര മണിക്കൂറോളം മേഖലയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച ആന ആക്രമണം തുടർന്നു. ഒടുവിൽ ഒന്നാം പാപ്പന് അഫ്സലിന് വഴങ്ങാൻ അയ്യപ്പൻ തയ്യാറായി. പതിയെ ശാന്തനായി തന്ത്രപൂർവ്വം അടുത്തെത്തിയ അഫ്സൽ ആനയുടെ കാലുകൾ ചെങ്ങലയിൽ ബന്ധിച്ചു. വിരണ്ടോടിയതിന് പിന്നാലെ പാപ്പാന്മാരും മറ്റ് ആനക്കാരും ചേർന്ന് ആനയെ തളയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടലുകൾ ഉണ്ടായില്ലെന്ന് ആക്ഷേപമുണ്ട്. ഏതാനും ചില പോലീസ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റുകാരും മാത്രമായിരുന്നു ഈ സമയത്ത് രക്ഷാപ്രവർത്തനത്തിനായി എത്തിയത്. പിന്നാലെ മേയർ നിജി ജസ്റ്റിനും MLA രാജൻ പലനും മന്ത്രി OJ ജിനീഷും സ്ഥലത്തെത്തി. നഗരം ഭയത്തിലായ സമയത്ത് വേണ്ടവിധം പ്രവർത്തിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് കഴിഞ്ഞില്ലെന്ന് ജനപ്രതിനിധികൾ കുറ്റപ്പെടുത്തി. ഭയാനകമായ സാഹചര്യത്തിലൂടെയാണ് കഴിഞ്ഞ മണിക്കൂറിൽ കടന്നുപോയത്. ആനയെ തളച്ചു എന്നുള്ളത് ഇപ്പോൾ ആശ്വാസകരമായ സംഭവമാണ്. എന്തായാലും കുറച്ചും കൂടി ഉണർന്നു ഒരു വിഷയം ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ജില്ലാ ഭരണകൂടം കുറച്ച് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ആന ഇടഞ്ഞ് ഇത്രയും മണിക്കൂറുകളായി നഗരത്തിനകത്ത് നാശനഷ്ടം ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോഴും അവിടെ ബന്ധപ്പെട്ട ആളുകൾ ഒന്നും കൂടി ആക്റ്റീവായി രംഗത്ത് വരേണ്ടതായിരുന്നു. നാശനഷ്ടങ്ങൾക്ക് പരിഹാരം കാണാതെ ആനയെ മാറ്റാൻ ആവില്ലെന്ന് ഗോപാലകൃഷ്ണൻ നിലപാടെടുത്തതോടെ മന്ത്രി OJ ജിനീഷുമായി തർക്കമുടലെടുത്തു. അവസരമില്ല, വളരെ കോടിയിലായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പോയാലും ആനയുണ്ടാക്കിയ നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്താൻ റവന്യൂ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയ മന്ത്രി OJ ജിനീഷ് ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും അറിയിച്ചു. ഒരു കാറ് തകർക്കപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, വീടിന് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്, മതിലുകൾ തകർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നാശനഷ്ടങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി ഇന്നെ കൈമാറാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കളക്ടറുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ആ തരത്തിൽ ഇടപെടാനുള്ള നിർദ്ദേശം ഗവൺമെന്റ് ഭാഗത്തുനിന്ന് കൂടി കൊടുത്തിട്ടുണ്ട്. അതേസമയം ഭരണകൂടത്തിന് വീഴ്ച പറ്റിയെന്ന ആരോപണത്തിൽ വിശദീകരണവുമായി ജില്ലാ കളക്ടർ ശിഖ രവീന്ദ്രൻ രംഗത്തെത്തി. ആന ഓടുന്ന സാഹചര്യത്തിൽ ഡാർട്ടിംഗ് പ്രായോഗികമല്ലെന്നാണ് വിശദീകരണം. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും ഉത്തരവിട്ടിട്ടുണ്ട്. വെറ്റിനറി ഫോറസ്റ്റ് ഡോക്ടർമാരുടെ പരിശോധനകൾ പൂർത്തിയാക്കി ആനയെ തൃശൂരിൽ നിന്നും കൊല്ലത്തേക്ക് മാറ്റാനാണ് തീരുമാനം. ന്യൂസ് മലയാളം, തൃശൂർ.